നമസ്കാരം. പൗരത്വ നിയമത്തിൽ കൂടുതൽ കർശന വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്ത് ഒമാൻ ഭരണകൂടം. കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒമാനി ദേശീയത നിയമത്തെക്കുറിച്ചുള്ള രാജകീയ ഉത്തരവ് വിദേശ പൗരന്മാർക്ക് ഒമാനി പൗരത്വം ലഭിക്കുന്നതിനുള്ള പുതിയ നിബന്ധനകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് കുറഞ്ഞത് 15 വർഷം തുടർച്ചയായി താമസിക്കുന്നവരായിരിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥകളിൽ ഒന്ന്. ഒരു വർഷത്തിൽ 90 ദിവസത്തിൽ കുറഞ്ഞ കാലം രാജ്യത്തിന് പുറത്താണെങ്കിൽ അത് പൗരത്വത്തിനുള്ള യോഗ്യതയ്ക്ക് തടസ്സമാകില്ല. ഇതിനു പുറമെ അറബി ഭാഷയിൽ എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാവീണ്യം, നല്ല പെരുമാറ്റത്തിനുള്ള സാക്ഷ്യപത്രം എന്നിവയും വിദേശികൾക്ക് പൗരത്വം ലഭിക്കാൻ അനിവാര്യമാണ്. പൗരത്വം നേടുന്നതിന് അപേക്ഷകർക്ക് സാമ്പത്തിക ശേഷിയും നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കണം. വ്യവസ്ഥയിൽ പറയുന്ന രീതിയിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിലവിലുള്ള മാതൃരാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ചതായി രേഖാമൂലം എഴുതി നൽകുകയും വേണം. അതോടൊപ്പം മാതൃരാജ്യത്തിൻ്റെതല്ലാത്ത പൗരത്വം ഇല്ല എന്നും എഴുതി നൽകണം. ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാകാൻ പാടില്ല എന്നതാണ് മറ്റൊരു നിബന്ധന. പ്രവാസിക്ക് പൗരത്വം ലഭിക്കുന്നതോടെ ഒമാനിൽ ജനിച്ച വിദേശിയുടെ മക്കൾക്കും അതേപോലെ ഇദ്ദേഹത്തോടൊപ്പം ഒമാനിൽ സ്ഥിരതാമസമാക്കിയ മക്കൾക്കും പൗരത്വം ലഭിക്കുന്നതാണ്. അതേസമയം പൗരത്വ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ കഠിന ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും പുതിയ നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റവാളികൾക്ക് 3 വർഷം വരെ തടവും 5000 റിയാൽ മുതൽ 10,000 റിയാൽ വരെ പിഴയും ലഭിക്കുന്നതാണ്. പുതിയ ചട്ടങ്ങൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ അപേക്ഷകളുടെ മേൽനോട്ടം വഹിക്കുക. വിശദീകരണം നൽകാതെ ഏതൊരു അപേക്ഷയും നിരസിക്കാനുള്ള അധികാരം മന്ത്രാലയത്തിനുണ്ട്. ദേശീയതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇനി കോടതി വിധികൾക്ക് വിധേയമാകില്ല എന്നും നിയമ ഭേദഗതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.